ഹേ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ A4 പേപ്പർ വെച്ചൊരു കിഡിലും ഗണ്ണുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ഇന്ന് നമ്മൾ അതേ A4 പേപ്പർ വെച്ചിട്ട് നമുക്കൊരു ജേക്കബ് ലാഡർ ടോയ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, നമുക്ക് എന്തായാലും ഒരു വെറൈറ്റി ടോയ് ഉണ്ടാക്കിയിട്ട് വരാം അല്ലേ? ഓക്കെ, നേരെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ജേക്കബ് ലാഡർ ടോയ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് തീപ്പെട്ടിക്കൂടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് തീപ്പെട്ടിക്കൂട് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്കൊരു A4 പേപ്പർ. ഈ ഒരു A4 പേപ്പറിൻ്റെ നമ്മൾ സൈഡിൽ നിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. എന്തായാലും ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തായാലും ആ ഒരു ജേക്കബ് ലാഡർ ടോയ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു A4 പേപ്പറിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. എന്തായാലും നമ്മൾ ആ ഒരു A4 പേപ്പർ ഇതാണ്ട് ഈ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് അറ്റം ഒന്ന് മടക്കി ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് പിന്നെ ഇത് വീണ്ടും വീണ്ടും മടക്കി എടുക്കാനുള്ളതാണ്. എന്തായാലും ഫസ്റ്റ് ഈ ഒരു ഘട്ടത്തിനാണ് കുറച്ച് ടൈം എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അന്നേരം നമുക്ക് ഈ ഒരു പേപ്പർ ജസ്റ്റ് അറ്റം ഒന്ന് മടക്കി കഴിഞ്ഞാൽ ആ ഒരു മടക്കി അളവിന് തന്നെ നമ്മൾ ബാക്കി താഴോട്ടൊക്കെ മടക്കി കൊണ്ടുപോകണം. അപ്പോൾ ആ മടക്കിയതെല്ലാം നമുക്ക് പിന്നെ കട്ട് ചെയ്തെടുക്കാനുള്ളതുമാണ്. അങ്ങനെ ആ ഒരു പേപ്പറിൽ നിന്ന് മടക്കിയ പീസുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപടി നമുക്ക് കിട്ടും. അപ്പോൾ ഈ പീസുകളെല്ലാം വെച്ചിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ഇതേലെ ഒരു പീസ് പേപ്പർ നമ്മൾ എടുക്കുന്നുണ്ട്. ഈ ഒരു പീസ് പേപ്പർ നമ്മൾ നടുക്കൂന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് മടക്കുന്നുണ്ട്. മടക്കിയാൽ മാത്രം പോരാ, നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്തും കൂടെ എടുക്കാനുള്ളതാണ്. ആ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബാക്കി കണ്ട അത്രയും പീസ് നമുക്ക് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാനുള്ളതുമാണ്. അങ്ങനെ പേപ്പറിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞാൽ ഇനി ബാക്കി തീപ്പെട്ടിയിലാണ് നമ്മുടെ ബാക്കി പരിപാടി ഇരിക്കുന്നത്. അങ്ങനെ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു തീപ്പെട്ടിക്കൂടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് മണ്ണ് നിറയ്ക്കണം. ഈ ഒരു മണ്ണ് നിറയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു ബാലൻസിങ്, ആ ഒരു വെയിറ്റ് താഴോട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് മണ്ണ് നിറയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു തീപ്പെട്ടി നമ്മൾ ഏകദേശം ഇത്രയും മണ്ണാണ് എടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള തീപ്പെട്ടിക്കൂടിനകത്ത് നിറയ്ക്കാനുള്ളതാണ്. ഒരേ സമയം വെയിറ്റ് ബാലൻസ് ആവുന്നത് മാത്രമല്ല, നമ്മുടെ ആ ഒരു ടോയ് നേരെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു മണ്ണ് അല്ലെങ്കിൽ ഒരു അകത്തൊരു എന്തെങ്കിലും വെയിറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ മണ്ണ് നിറച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ കൂടെ ഒക്കെ ഈ ഒരു മണ്ണ് ആ ഒരു തീപ്പെട്ടിയുടെ അറ്റത്തു നിന്നൊക്കെ വരും താഴോട്ട്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു അറ്റമൊക്കെ നമ്മൾ ഇതേപോലെ സെലോ ടേപ്പ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ചുറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മണ്ണെടുത്തപ്പോൾ ഓവറായിട്ട് നമ്മൾ മണ്ണെടുക്കാൻ പാടില്ല. കാരണം കുറച്ച് ഒരു ചെറിയൊരു വെയിറ്റ് തോന്നിക്കുന്ന ആ ലെവലിൽ നമുക്ക് മണ്ണെടുത്താൽ മാത്രം മതി. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാ തീപ്പെട്ടിയിലും എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്താണ് നമ്മളിപ്പം ഈ ഒരു സെലോ ടേപ്പ് വെച്ച് നല്ലപോലെ വലിഞ്ഞ് ചുറ്റിക്ക് കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത ഒരു പീസ് പേപ്പർ രണ്ടായിട്ട് മടക്കിയ ഒരറ്റമാണ് ആ ഒരു കാണുന്ന പേപ്പർ. അപ്പോൾ അത് വേണ്ട നമ്മുടെ ആ ഒരു തീപ്പെട്ടിയുടെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ ടേപ്പ് ഇട്ടങ്ങ് ഒട്ടിക്കുകയാണ്. ഒരു സൈഡിൽ നമ്മൾ തീപ്പെട്ടിയുടെ സെൻറ്ററിലായി ഇത് ഒട്ടിച്ച് കൊടുത്തെങ്കിൽ ഇനി രണ്ട് പീസ് എടുത്തിട്ട് നമ്മുടെ തീപ്പെട്ടിയുടെ തൊട്ട് ബാക്കിലായിട്ട് അപ്പുറവും ഇപ്പുറമായിട്ട് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു പീസ് തീപ്പെട്ടി കൂടുതൽ നമ്മൾ ഈ 3 പീസ് പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണം നടുക്കും, ബാക്കി 2 ബാക്കിൽ അപ്പുറവും ഇപ്പുറമായിട്ട് സൈഡിലും. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള തീപ്പെട്ടി കൂടി ചെയ്തെടുക്കാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അത്രയും തീപ്പെട്ടി കൂടി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒട്ടിച്ച് ടേപ്പ് ചെയ്ത് നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നൊക്കെ പണി തുടങ്ങാം. ആദ്യം തന്നെ അതിലൊരു പീസ് നമ്മൾ തീപ്പെട്ടി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ആദ്യം ഒട്ടിച്ച ആ ഒരു നടുക്കൊട്ടിച്ച പേപ്പർ ഉണ്ടല്ലോ, അത് നേരെ ഓപ്പോസിറ്റിലേക്ക് മടക്കിയിട്ട് പിന്നെ ബാക്കിലുള്ള 2 പീസ് പേപ്പർ നമ്മൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിലേക്ക് മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് മടക്കി നല്ലപോലെ ആ ഇരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ നല്ലപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എടുത്ത പീസിൽ ഒരു പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പീസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇത് വെക്കുന്നതിന് ഒരു ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു വെച്ച രീതിയിലല്ല, നമ്മൾ തലതിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു പീസ് മാത്രം വരുന്ന ഭാഗമാണ് മറ്റേ ആ 2 പീസ് പേപ്പർ ഒട്ടിച്ചെടുത്ത് വരുന്നത്. അപ്പം കുറച്ച് എക്സ്ട്രാ പോർഷനൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് ഇതേപോലെ അങ്ങ് കീറിക്കളയാന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ആ ഒരു പീസിനെ അവിടെ ടേപ്പ് ചെയ്ത് ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് മറ്റേ ആ ഒരു പീസിൻ്റെ ആദ്യത്തെ പീസിൻ്റെ 2 കാലെടുത്ത് കറക്റ്റ് ഇതിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ തീപ്പെട്ടിക്കൂടിലെ ആ ഒരു പേപ്പറാണ് വീണ്ടും ഇതിലൂടെ തിരിച്ച് മടക്കാനുള്ളത്. അപ്പോൾ എക്സ്ട്രാ ഇതേപോലെ നിപ്പുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ നമുക്ക് ഇതുപോലെ കീറിക്കളയാന്നേ ഉള്ളൂ. എന്തായാലും നമ്മൾ അതും ഇതേപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് ടേപ്പ് ഇട്ട് ഒട്ടിക്കാനുള്ളതാണ്. ഈ ഒരു പ്രോസസ്സാണ് നമുക്ക് കണ്ടിന്യൂറ്റി ആയിട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ആദ്യം നമുക്ക് കാണുമ്പോൾ ചെറിയൊരു ഡൗട്ടും കൺഫ്യൂഷനും ഒക്കെ വരാം. അപ്പോൾ കുറച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സംഗതി എന്തായാലും കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സംഗതി കത്തും. ജസ്റ്റ് ഇപ്പോൾ ആദ്യം കാണുമ്പോൾ പെട്ടെന്നൊരു കുരുക്ക് പോലെ നമുക്ക് തോന്നും. അങ്ങനെ നമ്മൾ അവിടെ എടുത്ത അത്രയും തീപ്പെട്ടി കൂടി നമ്മൾ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 ആകാണ്ടേ ഉള്ളൂ നമുക്ക് തീപ്പെട്ടി ഇതുപോലെ ചെയ്തെടുക്കാൻ. അപ്പം ഇതിങ്ങനെ കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ എൻ്റെ ഒരു 8-9 തീപ്പെട്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് വെച്ച് ചെയ്തത്. നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് എണ്ണവും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 5 തീപ്പെട്ടിയോ അല്ലെങ്കിൽ 4 തീപ്പെട്ടിയോ 6 തീപ്പെട്ടി ഉണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ആ ജേക്കബ് ലാഡർ ടോയ് ഇതുണ്ട് ഫുള്ള് ഇവിടെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേണ്ട ഇത് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, പക്ഷേ ഇത് നൂർത്ത് നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഒരു നൂല് പോലെ ഇങ്ങനെ നമുക്ക് വാല ഇങ്ങനെ പോകുന്ന കാണാം. ഇനിയാണ് ഈ ഒരു ടോയിലെ മാജിക്ക് നിങ്ങൾ കാണാൻ പോകുന്നത്. മാജിക് അല്ല, വർക്കിംഗ് ആണ്, പക്ഷെ അത് മാജിക്കായിട്ട് നമുക്ക് തോന്നാൻ കാണുമ്പോൾ. നമ്മൾ ആ ഒരു പിടിച്ചേക്കുന്ന ആദ്യത്തെ തീപ്പെട്ടി കൂടി ജസ്റ്റ് താഴേക്കൊന്ന് മടക്കുവാണെങ്കിൽ ഇതേപോലെ അത് സ്ലൈഡ് ചെയ്ത് താഴോട്ട് ആ ഒരു തീപ്പെട്ടി കൂടുതൽ ഇറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ എന്തായാലും നമ്മുടെ ജേക്കബ് ലാഡർ ടോയ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടോയ് കുറച്ചൊന്ന് യൂസ് ചെയ്ത് വഴക്കം വരുമ്പോഴേ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ കിട്ടത്തുള്ളൂ. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പെതിയൊക്കെ ആവത്തുള്ളെങ്കിലും കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നല്ല സ്മൂത്തായിട്ട് മാറുന്നതായിരിക്കും. ഇവിടെ എന്തായാലും നമ്മളിപ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് അതൊരെണ്ണം ചെയ്തെടുത്തുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു വഴക്കം കിട്ടാൻ കുറച്ച് ടൈം എന്തായാലും എടുക്കും. അപ്പോൾ ആദ്യം ആ വർക്കിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രോപ്പറായി കഴിയുമ്പോഴത്തേക്കും പിന്നെ തൊട്ട് അതങ്ങോട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും.